ഹായ് ഓൾ. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 കുറിച്ചാണ്. സോ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കാം. ദാറ്റ് മീൻസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറയുന്നത് വളരെ ഡെപ്ത് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ച്, നമ്മുടെ സിലബസ് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനില്ല. സോ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് CMA ഫൈനലിലെ മെറ്റീരിയലിനകത്ത് കയറി വരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമ്പർ 1 ആൻഡ് പോയിന്റ് നമ്പർ 2, എക്സാം ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ഒരു എക്സാം പാറ്റേണിൽ ഞാൻ കാണാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കാണാറുള്ളത്, ഒന്നോ രണ്ടോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റിന്റെ ഏതെങ്കിലും ഒരു ലോട്ടിനകത്ത് ഒരു ചെറിയൊരു സെക്ഷനായിട്ട്, ഒരു ചെറിയൊരു പോയിന്റ് ആയിട്ട് ഇതിനകത്ത് കയറി വരുന്ന ഏതെങ്കിലും ഒരു കേസ് ക്ലോസ് ചോദിക്കാറുണ്ട്. മനസ്സിലായി? ദാറ്റ് മീൻസ് ടോട്ടൽ ഒരു 5-6 മാർക്കിൽ കൂടുതൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ നിന്ന് ചോദിക്കാറില്ല. പക്ഷേ അത് വിചാരിച്ച് ഇത് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം വളരെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി ലോയുടെ എല്ലാ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് പോലെ തന്നെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. രണ്ട് രീതിയിൽ വേണം ക്ലാസ് നിങ്ങൾ ഉൾക്കൊള്ളാൻ. ദാറ്റ് മീൻസ് ചില സെക്ഷൻസോ ചില പോയിന്റ്സോ പറയുമ്പോൾ അത് നമ്മുടെ കേസ് ലോസുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇനി വേറെ കുറേ സെക്ഷൻസ് പറയുന്ന നേരത്ത് അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കയറി വരുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ് പാർട്ടിലായിട്ടായിരിക്കും. ഉദാഹരണത്തിന് പല സെക്ഷൻസിനകത്ത് നമ്മൾ പല പെർസെൻറ്റേജുകളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ, അല്ലെങ്കിൽ പല ടൈം പീരീഡുകളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ പല എമൗണ്ട് ഓഫ് പെനാൽറ്റീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ഓരോ സെക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവണം, ഓക്കെ ഇത് ഏതിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കേസ് ലോ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ഒബ്ജക്റ്റീവ് മോഡലിൽ മാത്രം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനകത്ത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 and 2 ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ഒരുമിച്ച് തുടങ്ങാൻ പോണേ. സെക്ഷൻ 6 സബ്സെക്ഷൻ 1-നകത്ത് നമ്മളോട് പറയുന്നത് ഏതൊക്കെ ബിസിനസ്സുകളാണ് ഒരു ബാങ്കിങ് കമ്പനീസിന് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് സെക്ഷൻ 6 സബ്സെക്ഷൻ 2-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1-നകത്ത് പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകൾ മാത്രമേ ബാങ്കിങ് കമ്പനിക്ക് ചെയ്യാവൂ, അതല്ലാത്തതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. മനസ്സിലായി? സോ സെക്ഷൻ 6 സബ്സെക്ഷൻ 1-നകത്ത് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നും സെക്ഷൻ 6 സബ്സെക്ഷൻ 2-നകത്ത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1-നകത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നും അതല്ലാതെ കയറി വരുന്നതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കുന്ന നേരത്ത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1-നകത്ത് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ അധികം ഉണ്ട് കേട്ടോ കാര്യങ്ങൾ, നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ മെറ്റീരിയലിനകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യതയില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ബോറോയിങ് ഓഫ് മണി, ലെൻഡിങ് ഓർ അഡ്വാൻസിങ് ഓഫ് മണി എയ്തർ അപ്പോൺ ഓർ വിതൗട്ട് സെക്യൂരിറ്റീസ്, ആൻഡ് ഡ്രോയിങ്, മേക്കിംഗ്, അക്സെപ്റ്റിംഗ്, ഡിസ്കൗണ്ടിങ്, കളക്ടിംഗ് ആൻഡ് ഡീലിംഗ് ഇൻ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഡ്രാഫ്റ്റ്, എക്സെട്ര. ദ ഇഷ്യൂ ഓഫ് ട്രാവലേഴ്സ് ചെക്ക്, ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്, റിസീവിംഗ് ബോൺസ് ഓർ സ്ക്രിപ്റ്റ് for sale, custody or otherwise, and providing safe deposit wallets, something like that. നമുക്ക് നോർമലി നമ്മൾ ഡിഗ്രിക്കകത്തോട്ട് പഠിച്ച പോലെ തന്നെ എന്തൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്ലബ് ചെയ്ത് പറയാം. സോ ഈ സെക്ഷൻ 6 സബ്സെക്ഷൻ 1-നകത്ത് പറയുന്ന ബിസിനസ്സുകൾ മാത്രമേ ആർക്ക് ചെയ്യാൻ അധികാരമുള്ളൂ? ഒരു ബാങ്കിങ് കമ്പനിക്ക് ചെയ്യാൻ അധികാരമുള്ളൂ. അടുത്തത് സെക്ഷൻ 6 സബ്സെക്ഷൻ 2-നകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ നോക്കേ, എ ബാങ്കിങ് കമ്പനി ഷാൾ നോട്ട് എൻഗേജ് ഇൻ എനി ഫോം ഓഫ് ബിസിനസ് അതർ ദാൻ ദോസ് റെഫേർഡ് ഇൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 1. മനസ്സിലായി? അതായത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1-നകത്ത് പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണോ അത് മാത്രമേ ബാങ്കിങ് കമ്പനിക്ക് ചെയ്യാവൂ, അതല്ലാത്തതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. അത് പറയുന്നത് സെക്ഷൻ 6 സബ്സെക്ഷൻ 2-ലാണെന്ന് മാത്രം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, സെക്ഷൻ 7-നകത്ത് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ട് പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ കേസ് ലോസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം. നോക്കി, യൂസ് ദ വേർഡ്സ് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് ഓർ ബാങ്കിങ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 7. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മുടെ ബിസിനസിന്റെ കൂട്ടത്തിൽ നമുക്ക് ബാങ്കെന്നോ ബാങ്കർന്നോ ബാങ്കിങ് കമ്പനിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കിങ്ങോ എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായി? ഇപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി അല്ലെങ്കിൽ ABC ബാങ്ക്, അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ, SBI, അങ്ങനെ നമ്മുടെ ഗ്രാമീൺ ബാങ്ക്, ഇങ്ങനെ പറയുന്ന എല്ലാ നെയിംസിനകത്തും ആ ബാങ്ക് എന്ന് പറഞ്ഞ വേർഡ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ സെക്ഷൻ 7 പ്രകാരം കുറച്ച് കണ്ടീഷൻസ് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൊഹിബിഷൻ ഓഫ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ 1. ദ ഫസ്റ്റ് വൺ, നോ കമ്പനി അതർ ദാൻ എ ബാങ്കിങ് കമ്പനി ഷാൾ യൂസ് ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് നെയിം ഓർ ഇൻ കണക്ഷൻ വിത്ത് ഇറ്റ്സ് ബിസിനസ്. മനസ്സിലായി? എന്ത് ചെയ്യാൻ പാടില്ല? അതർ ദാൻ എ ബാങ്കിങ് കമ്പനി. അതായത് ഒരു ബാങ്കിങ് കമ്പനിക്ക് അല്ലാതെ വേറൊരു കമ്പനിക്കും ഈ പറയുന്നത് പോലെ അവരുടെ പേരിന്റെ കൂട്ടത്തിൽ ബാങ്കെന്നോ ബാങ്കർന്നോ ബാങ്കിങ്ങെന്നോ ബാങ്കിങ് കമ്പനിയെന്നോ ചേർത്താൻ പാടില്ല. And point number 2, no company shall carry on any business of banking in India unless it uses as part of its name at least one of such words.
ഇനി നിങ്ങൾ ബാങ്കിങ് ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. മനസ്സിലായി? സോ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 നമ്മളോട് പറയുന്നത് നിങ്ങൾ ബാങ്കിങ് ബിസിനസ് അല്ല ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന വേർഡുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, നിങ്ങൾ ബാങ്കിങ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്തേ പറ്റൂ, നിങ്ങളുടെ കമ്പനിയുടെ പേരിന്റെ കൂട്ടത്തിൽ കാണിച്ചേ പറ്റൂ. And second one, section 7 subsection 2, okay, no firm or individual or group of individuals shall, for the purpose of carrying on the business, use as part of its or his name any of the two words bank, banker, banking and banking companies. മനസ്സിലായോ? ഓക്കെ, അതായത് ബാങ്കിങ് ബിസിനസ് അല്ലാതെ വേറെ ഒരു കാര്യത്തിനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന പോലെ ബാങ്കെന്നോ ബാങ്കറിനോ ബാങ്കിങ്ങെന്നോ ബാങ്കിങ് കമ്പനിയെന്നോ എന്ന് പറയുന്ന പേര് ചേർത്താൻ പാടില്ല. സോ കോമൺ ആയിട്ട് നമുക്ക് നമ്മുടെ കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ബാങ്കിങ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ബാങ്കെന്നോ ബാങ്കറിനോ ബാങ്കിങ് കമ്പനിയെന്നോ ഓക്കെ നിർബന്ധമായിട്ടും ആ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ അത് യൂസ് ചെയ്യണം. സെക്കൻഡ് വൺ, നിങ്ങൾ അങ്ങനെയല്ല, അതല്ലാത്തൊരു ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഏതാ ബാങ്കിങ് കമ്പനി അല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ് അല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യാനേ പാടില്ല. സെക്ഷൻ 7 കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 6 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സെക്ഷൻ 8 ആണ്. ഓക്കെ, ദ പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് ബൈ ബാങ്കിങ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 8. അതായത് സെക്ഷൻ 8 പ്രകാരം നമ്മളോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഒരു ബാങ്കിങ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ല. നോക്കാം. No banking company shall directly or indirectly deals in buying or selling or bartering of goods except in connection with the realization of securities given to held by it or engage in any trade or buy or sell barter of goods. അതായത് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഒരു കാരണവശാലും ബാങ്കിങ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്നത് പോലെ ട്രേഡിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്യാൻ പാടില്ല. ഇനി അവർ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് അത് ചെയ്യാം. മനസ്സിലായി? ഇപ്പം വേറെ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾക്ക് അവരുടെ ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബാങ്കിനകത്ത് കൊണ്ട് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ലോൺ എടുക്കുന്നു. അങ്ങനെ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സെക്യൂരിറ്റി നമുക്ക് സെയിൽ ചെയ്യാം. അതൊരു ട്രേഡിംഗ് ആയി. സോ അതുകൊണ്ടാണ് ഇവിടെ പറയണേ, ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് ആണെങ്കിൽ ഓക്കെ, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്നത് പോലെ ബാങ്കിങ് കമ്പനിക്ക് ട്രേഡ് ചെയ്യാൻ പാടില്ല. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ, നോർമൽ കേസിനകത്ത് ഒരു ബാങ്കിങ് കമ്പനിക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്യാൻ പാടില്ല. അത് ഗുഡ്സ് ആണെങ്കിലും ബാർട്ടർ സിസ്റ്റം ആണെങ്കിലും ചെയ്യാൻ പാടില്ല. ബട്ട് ഇൻ കേസ് ഓഫ് റിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, പ്രോപ്പറായിട്ട് ലോൺ അടച്ചില്ല, ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റീസ് റിയലൈസേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ സെക്ഷൻ 9 ആണ് ദ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ്. നോൺ ബാങ്കിങ് അസറ്റ്സിന്റെ ഡിസ്പോസലിനെ കുറിച്ചാണ് പറയുന്നത് സെക്ഷൻ 9 നോക്കാം. ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ക്യാൻ ബി ഹെൽഡ് 7 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അക്വിസിഷൻ. അതായത് ഒരു ബാങ്കിങ് കമ്പനിക്ക് അവരുടെ കൈവശമുള്ള ഒരു ഇമ്മൂവബിൾ അസറ്റ്സ് മാക്സിമം എത്ര വർഷം വരെ മാത്രമേ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ? 7 വർഷം വരെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. And the next one, the extensions of the period by RBI on case basis for the maximum 5 years. അതായത് RBIക്ക് വേണമെങ്കിൽ ആ 7 വർഷം എന്ന് പറയുന്നത് ഒരു 5 വർഷം കൂടെ കൂട്ടി കൊടുക്കാം. മനസ്സിലായി? സോ സെക്ഷൻ 9, ആസ് പെർ സെക്ഷൻ 9, ഒരു ബാങ്കിങ് കമ്പനിക്ക് അവരുടെ കൈവശമുള്ള ഒരു ഇമ്മൂവബിൾ അസറ്റ്സിനെ മാക്സിമം 7 വർഷം വരെ മാത്രമേ കയ്യിൽ വെക്കാവൂ, ഹോൾഡ് ചെയ്യാവൂ. ഇനി RBI പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 വർഷം കൂടെ കൂട്ടി കൊടുക്കും. ദാറ്റ് മീൻസ് 7 + 5. മനസ്സിലായി? ഒരു 12 years വരെ അവർക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇവിടെ സാധാരണ രീതിയിൽ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് വാങ്ങിച്ച ഫർണിച്ചറും അല്ലെങ്കിൽ ബാങ്കിന്റെ യൂസിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന പല ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസും 12 വർഷത്തിനുള്ളിൽ സെയിൽ ചെയ്യേണ്ടി വരില്ലേ? മനസ്സിലായി? അതിനകത്തൊരു ക്ലാരിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പോയിന്റ് കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് ഹെൽഡ് ഫോർ ഓൺ യൂസ്, ബാങ്കിന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്ന ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ദ കണ്ടീഷൻ ഫോർ ദ ഡിസ്പോസൽ വിത്തിൻ 7 years ആൻഡ് ദ എക്സ്റ്റൻഷൻ അപ് ടു 5 years ഇസ് നോട്ട് അപ്ലിക്കബിൾ. അങ്ങനെ ഒരു കണ്ടീഷൻസ് അപ്ലിക്കബിൾ ആണ്. മനസ്സിലായി? അതായത് ബാങ്കിന്റെ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ 7 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 12 വർഷത്തിനുള്ളിലോ ഡിസ്പോസ് ചെയ്യണം എന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല. ഇനി അതല്ലാതെ എങ്ങനെയായിരിക്കാം ബാങ്കിന് ഒരു അസറ്റ് കയറി വരണേ? അത് ഈ പറയുന്ന പോലെ ലോണിനൊക്കെ കിട്ടുന്ന സെക്യൂരിറ്റി ആയിരിക്കാം അല്ലെ? ഇപ്പോൾ ഏതെങ്കിലും ലോണിന് നമുക്കൊരു സെക്യൂരിറ്റി ആയിട്ട് ഒരു അസറ്റ് കിട്ടുന്നു, അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അവർ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് എന്ത് ചെയ്യും? ആ പ്രോപ്പർട്ടി ജപ്തി ചെയ്യും.
അല്ലെ? ഇപ്പോൾ പല 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 സിനിമയിലും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ബാങ്കിനകത്ത് ലോൺ തിരിച്ചടയ്ക്കുന്നില്ല, അവർ ആ വീട് വന്ന് ജപ്തി ചെയ്തിട്ട് പോകുന്നു. സോ അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, ബാങ്കിന്റെ കൈവശമുള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷേ ബാങ്കിന്റെ ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാങ്കിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഒരു അസറ്റ് അല്ല. സോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബാങ്ക് ജപ്തി ചെയ്തെടുത്തിട്ട് വരികയാണെങ്കിൽ 7 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 12 വർഷത്തിനുള്ളിൽ ബാങ്ക് അത് എന്ത് ചെയ്തേ പറ്റൂ? ഡിസ്പോസ് ചെയ്തേ പറ്റൂ. മനസ്സിലായി? അതായത് കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഇങ്ങനെ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചത്. ഓക്കെ, സോ സെക്ഷൻ 6, 7, 8, 9 ആൻഡ് ദ നെക്സ്റ്റ് വൺ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 10A മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനകത്ത് ആദ്യത്തെയാണ് പറയുന്നത്, കുറച്ചും കൂടെ നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുക. ഒരു ബാങ്കിങ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കണം, ആർക്കൊക്കെ എത്രയൊക്കെ ശതമാനം ഷെയർസ് ഉണ്ടായിരിക്കണം, അതിന് അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടായിരിക്കണം, അത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 10 പ്രകാരം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വൺസ് അഗൈൻ 6, 7, 8, 9 നോർമൽ ആയിട്ടുള്ള ബാങ്കിങ് കമ്പനീസിന്റെ ബിസിനസ്സുകളെ കുറിച്ചും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സെക്ഷൻ 10 പറയുന്നത് ബാങ്കിങ് കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ്. അതിനകത്ത് ആദ്യത്തെ നോക്കി, ദ 15% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർക്ക് എന്തുണ്ടായിരിക്കണം? ദാറ്റ് മീൻസ് ബാങ്കിങ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്തുള്ള 51% ആൾക്കാർക്കെങ്കിലും സ്പെഷ്യൽ നോളജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടൻസി, അഗ്രികൾച്ചറൽ, റൂറൽ എക്കണോമി, ബാങ്കിങ്, കോർപ്പറേഷൻ, ഫിനാൻസ്, ലോ എക്സെട്ര. മനസ്സിലായോ? ബാങ്കിങ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്തുള്ള ഡയറക്ടേഴ്സിലെ 51% ആൾക്കാർക്കെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം. അതിനൊരു സ്പെസിഫിക് ഏരിയ അല്ല അവർ പറയണേ, ലോയോ, ഫിനാൻസോ, കോർപ്പറേഷനോ, ബാങ്കിങ്ങോ, അഗ്രികൾച്ചറലോ, റൂറൽ എക്കണോമിയോ, അങ്ങനെ എന്ത് വേണേലും ആയിക്കോട്ടെ, ആ ഏരിയകളിൽ 51% കൂടുതലെങ്കിലും നോളേജ് ഉണ്ടായിരിക്കണം എന്നർത്ഥം. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇതിനകത്ത് ഈ 51%-നകത്തുള്ള 2 പേരെ കുറിച്ചാണ് പറയുന്നത്. മിനിമം 2 പേഴ്സൺ വിത്ത് സ്പെഷ്യൽ നോളേജ് ഓർ എക്സ്പീരിയൻസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എക്കണോമി, കോർപ്പറേഷൻ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. മനസ്സിലായി? അതായത് ടോട്ടൽ ഇപ്പോൾ ഒരു 100 പേരാണെങ്കിൽ അതിന്റെ 51%-ലധികം ആൾക്കാർക്കും ഈ പറയുന്ന സ്പെഷ്യൽ നോളേജ് ഉണ്ടായിരിക്കണം. ആ 51-ൽ 2 പേർക്കെങ്കിലും ഈ പറയുന്ന റൂറൽ എക്കണോമി ആണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിലും അതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ സെക്ഷൻ 10 നമ്മൾ ബാങ്കിങ് കമ്പനീസിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. 51%-നെ കുറിച്ച് പറഞ്ഞു. ആ 51%-ൽ കയറി വരുന്ന 2 പേർക്ക് ഈ പറയുന്ന കാറ്റഗറിക്കകത്ത് എന്തുണ്ടായിരിക്കണം? ഒരു സ്പെഷ്യൽ നോളേജ് ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞു. ഓക്കെ, ഇനി നോക്കി അടുത്തത്, ഷാൾ നോട്ട്, പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഹാവ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ഓർ ബി കണക്റ്റഡ് വിത്ത് വെദർ ആസ് എ എംപ്ലോയി, മാനേജ് ഓർ മാനേജിംഗ് ഏജന്റ്. ഏതിനകത്ത്? എനി കമ്പനി നോട്ട് ബീയിങ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ കമ്പനീസ് ആക്ട്. അതായത് ഈ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്തുള്ള ഡയറക്ടേഴ്സിന് ഒരു കാരണവശാലും സെക്ഷൻ 8 കമ്പനി, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി അല്ലാതെ വേറെ ഒരു കമ്പനിക്കകത്തും എന്തുണ്ടാവാൻ പാടില്ല? ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി? ദാറ്റ് മീൻസ് നിങ്ങളൊരു ബാങ്കിങ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്തുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സെക്ഷൻ 8 കമ്പനി, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി അല്ലാതെ വേറെ ഒരു കമ്പനിയിലും എന്തുണ്ടാവാൻ പാടില്ല? ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, any firm which carries on any trade, commerce or industry and which in either case is not a small scale industrial concern. അതായത് കമ്പനിക്കകത്ത് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ട്രേഡിംഗ് ആണെങ്കിൽ അവിടെ ഒരു കേസും കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ കൺസേൺ. ദാറ്റ് മീൻസ് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ കൺസേണോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ 8 പ്രകാരം പറഞ്ഞിരിക്കുന്ന കമ്പനിയോ അല്ലാതെ വേറെ ഒരു കമ്പനിയിലും വേറെ ഒരു ട്രേഡിംഗ് സ്ഥാപനത്തിലും നിങ്ങൾക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിനുള്ള പരിധിയില്ല, ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഡയറക്ടറായിട്ട് ഇരിക്കാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു എന്തില്ല, ഒരു പരിധിയില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഓക്കെ, ബി പ്രൊപ്പറേറ്റേഴ്സ് ഓഫ് എനി ട്രേഡിംഗ്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് നോട്ട് ബീയിങ് എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊപ്പറേറ്ററുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർ ആവാൻ പാടില്ല, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു എന്തുണ്ടാവാൻ പാടില്ല? ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഡയറക്ടേഴ്സ് ഓഫ് ദ ബാങ്കിങ് കമ്പനി അതർ ദാൻ ദ ചെയർമാൻ ആൻഡ് ദ ഹോൾ ടൈം ഡയറക്ടർ ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 8 years. ഒരിക്കൽ കൂടെ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ദ ഡയറക്ടേഴ്സ് ഓഫ് എ ബാങ്കിങ് കമ്പനി അതർ ദാൻ ചെയർമാൻ ആൻഡ് ദ ഹോൾ ടൈം ഡയറക്ടേഴ്സ് ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 8 years. മനസ്സിലായി? സോ അവർ ബാക്കിയുള്ള 2 പേരുടെയും ആരൊക്കെയാണ്? ചെയർമാൻ്റെയും മാനേജിംഗ് ഡയറക്ടറിൻ്റെയും നമ്മൾ പറയുന്നുണ്ട്. അതല്ലാതെ വരുന്ന നോർമൽ കേസിനകത്തുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും അവരുടെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 8 വർഷം മാത്രമാണ്. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, സെക്ഷൻ 10B, വീണ്ടും ഈ പറയുന്നത് പോലെ ഒരു മാനേജ്മെന്റുമായിട്ടാണ് സെക്ഷൻ 10B-ക്കകത്തും പറയണേ. ഓക്കെ, ബാങ്കിങ് കമ്പനി ടു ബി മാനേജ്ഡ് ബൈ എ ഹോൾ ടൈം ചെയർമാൻ. ബാങ്കിങ് കമ്പനി ആര് മാനേജ് ചെയ്യണം എന്നാണ് പറയണേ? ഒരു ഹോൾ ടൈം ഡയറക്ടർ ഒരു ചെയർമാൻ മാനേജ് ചെയ്യണം എന്നാണ് പറയണേ.
First one, every banking company shall have one of its directors who may be appointed on whole time or a part-time basis as a chairman of its board of directors. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഒരാളെ നമ്മൾ എന്തായിട്ട് തീരുമാനിച്ചേ പറ്റൂ, എന്തായിട്ട് എടുത്തേ പറ്റൂ, അതിന്റെ ചെയർമാനായിട്ട് ട്രീറ്റ് ചെയ്തേ പറ്റൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, where he is appointed on a whole time basis as a chairman of its board of directors, he shall be entrusted with the management of the whole of the affairs of the banking company. ഓക്കെ, ഇനി അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾ ഒരു ഹോൾ ടൈം ബേസിനകത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന ബാങ്കിങ് കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം, അതിന്റെ മാനേജ്മെന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? ആ ചെയർമാൻ ആയിരിക്കും. ഓക്കെ, സോ സെക്ഷൻ 10A നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ പറയുന്നത് സെക്ഷൻ 10B ആണ്. 10A ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടോട്ടൽ ഡയറക്ടേഴ്സിനകത്ത് 51% ആൾക്കാർക്കെങ്കിലും ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉണ്ടായിരിക്കണം അല്ലേ? അതിനകത്ത് 2 പേർക്ക് ഈ പറയുന്നത് പോലെ സ്പെഷ്യൽ നോളേജ് ആ ഏരിയയിൽ, റൂറൽ എക്കണോമിയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് നോളേജ് ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞ എന്താ, ഒരു കാരണവശാലും ഈ പറയുന്നത് പോലെ ഒരു കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ കൺസേൺ ആയിട്ടോ എന്തുണ്ടാവാൻ പാടില്ല, ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അവിടെ പറഞ്ഞു സെക്ഷൻ 8 കമ്പനി ആണെങ്കിലോ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിലോ അത് വേണ്ട, അവരുമായിട്ട് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ പറയുന്നത് സെക്ഷൻ 10B പറയുന്നത് എന്താ, കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ചെയർമാനാണ്. മനസ്സിലായി? ആ ചെയർമാനെ നിർബന്ധമായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തേ പറ്റൂ. ഹോൾ ടൈം ബേസിനകത്തോ പാർട്ട് ടൈം ബേസിനകത്തോ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. ഇനി ഹോൾ ടൈം ബേസിനകത്ത് നിൽക്കുന്ന ചെയർമാൻ ആണെങ്കിൽ ഈ പറയുന്ന ബാങ്കിങ്ങിന്റെ മാനേജ്മെന്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ആരുടെ ഉത്തരവാദിത്തത്തിന് കീഴിലായിരിക്കും? ആ കംപ്ലീറ്റ് ചെയർമാന്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ ആ ഹോൾ ടൈം ചെയർമാന്റെ കീഴിലായിരിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, സെക്ഷൻ 10B, ദ പവർ ഓഫ് RBI. ഈ ബാങ്കിങ് കമ്പനിക്ക് പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാം എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പരിധി നിശ്ചയിക്കുന്നത് RBI തന്നെയാണ്. മനസ്സിലായി? അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനകത്ത് ഫുള്ളായിട്ടും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് പൂർണ്ണ അധികാരം ആർക്ക് കൊടുക്കും? ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കും. അവരുടെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും. പക്ഷേ അതിനകത്തൊരു അധികാര പരിധി കൊണ്ടുവരുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. RBIക്ക് അറിയാം ഏതൊക്കെ കാര്യങ്ങളിൽ ബാങ്കിനകത്ത് പ്രിവെന്റ് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ വേണ്ട. സോ ഇവിടെ നോക്കിയേ, ആദ്യത്തെ 2 സെക്ഷൻസിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനിയിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പോലും സെക്ഷൻ 10BB പറയുന്നുണ്ടോ പവർ ഓഫ് RBI. നോക്കി, where the office of the chairman of the board of directors appointed on a whole time basis or a managing director of a banking company is a vacant. The RBI, if it is so opinion that the continuation of such vacancy is likely to be affect the interest of the banking company, appoint a person eligible to be as appointed to be the chairman of the board of directors appointed on a whole time basis or a managing director of a banking company. ദാറ്റ് മീൻസ് ഈ പറയുന്നത് പോലെ ചെയർമാനോ മാനേജിംഗ് ഡയറക്ടറിനോ വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആ വേക്കൻസി പീരീഡ് തീരുന്നത് വരെ പുതിയ ഒരാളെ നിയമിക്കാൻ ആർക്ക് അധികാരമുണ്ട്? RBIക്ക് അധികാരമുണ്ട്. മനസ്സിലായി? നോർമൽ കേസാണ്, ഓർത്തിരിക്കാൻ പറ്റുന്ന കേസാണ്. പക്ഷെ അടുത്ത പോയിന്റ് കുറച്ചും കൂടെ കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. നോക്കാം. ദ ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ ബാങ്കിങ് കമ്പനി ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 5 years. നേരത്തെ നമ്മൾ ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ 8 വർഷമാണ് പറയുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് നമ്മൾ എത്ര വർഷം പറയണേ? 5 വർഷത്തെ കുറിച്ചാണ് പറയുന്നത്. സോ ആ പറയുന്ന ടൈം പീരീഡ് എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പറയട്ടെ. സോ സെക്ഷൻ 10A, 10B ആൻഡ് 10BB. 10BBക്കകത്ത് പറയുന്ന കാര്യം എന്താ? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 10Bക്കകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് മാനേജിംഗ് ഡയറക്ടറോ ചെയർമാനോ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ബാങ്കിങ് കമ്പനീസിനകത്ത് മാനേജിംഗ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോൾ ടൈം ഡയറക്ടർക്കോ അല്ലെങ്കിൽ ആ ചെയർപേഴ്സണോ ഒരു വേക്കൻസി വരികയാണെങ്കിൽ അവിടെ പുതിയ ഒരാളെ നിയമിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? ഈ പറയുന്ന പോലെ RBIക്ക്. മനസ്സിലായി? ഇനി അവർ ഡയറക്ടർ അല്ലെങ്കിൽ പോലും അവരെ നിയമിക്കാനുള്ള അധികാര പരിധി ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. സിറ്റുവേഷൻ മനസ്സിലായി? ഏത് തീരുന്നത് വരെ, ആ വേക്കൻസി പീരീഡ് തീരുന്നത് വരെ ഒരാൾ ഡയറക്ടർ അല്ല, ബാങ്കിങ് കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ പോലും അങ്ങേരെ ഈ പറയുന്ന ചെയർമാൻ്റെ പോസ്റ്റിനകത്ത് ഇരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് പറയണേ? സെക്ഷൻ 10നകത്ത് പറയണേ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3ഉം ഈ പറയുന്ന മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്തത് സെക്ഷൻ 12. ഓക്കെ, റെഗുലേഷൻ ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആൻഡ് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 12നകത്ത് പറയുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നോക്കി, ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആൻഡ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് നോട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. And that if the capital is increased, it complies with the conditions prescribed in this clause within such period not exceeding 2 years. 2 പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. എങ്ങനെയാ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ പകുതിയെങ്കിലും എന്തുണ്ടായിരിക്കണം? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ആ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ പകുതിയെങ്കിലും എന്തുണ്ടായിരിക്കണം? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഇതിനെ വീണ്ടും ആ റീപൊസിഷനിലോട്ട് എത്തിക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ?
സോ ആസ് പെർ സെക്ഷൻ 2 നമ്മുടെ ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? ക്യാപിറ്റലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണേ. ബാങ്കിങ് കമ്പനിയുടെ ക്യാപിറ്റലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണേ. അതിനകത്താണ് നമ്മൾ പറഞ്ഞത് വൺസ് അഗൈൻ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ പകുതിയെങ്കിലും എന്തുണ്ടായിരിക്കണം? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ആ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ പകുതിയെങ്കിലും എന്തുണ്ടായിരിക്കണം? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വരികയാണെങ്കിൽ, ഏതെങ്കിലും പുതിയ റീഇഷ്യൂ നടക്കുകയോ അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യുകയോ എന്തെങ്കിലും കേസുകൾ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു പഴയ രൂപത്തിലോട്ട് തന്നെ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാങ്കിങ് കമ്പനിക്ക് എത്ര വർഷം കൊടുക്കുന്നുണ്ട്? 2 വർഷം കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് 13 ആണ്. Okay, restriction on commission, brokerage, discount, etc. on sale of shares. That means no banking company shall pay out directly or indirectly by way of commission, brokerage, discount or remuneration in any form in respect of any shares issued by it in any amount exceeding in the aggregate of 2.5% of the price at which the said shares are issued. That means നോർമലി ഒരു ബാങ്കിങ് കമ്പനിയുടെ ഷെയർസ് നമ്മൾ സെയിൽ ചെയ്യുന്ന നേരത്ത് അവർക്ക് ഒരു കാരണവശാലും ആ ഷെയർസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കാൻ പാടില്ല? കമ്മീഷനോ ബ്രോക്കറേജോ ഡിസ്കൗണ്ടോ ഈ വക കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. മനസ്സിലായി? സാധാരണ രീതിയിലുള്ള ഒരു കമ്പനീനെ പറയുന്നത് പോലെയല്ല, ബാങ്കിങ് കമ്പനീനെ കുറിച്ച് മാത്രമാണ് പറയണേ. സോ ബാങ്കിങ് കമ്പനിയുടെ ഷെയർ സെയിൽ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒരു കാരണവശാലും കമ്മീഷനോ ബ്രോക്കറേജോ ഡിസ്കൗണ്ടോ ഒന്നും കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഇനി അവിടെ എത്ര വരെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് നമ്മളോട്? അറ്റ്ലീസ്റ്റ് ഒരു 2% അല്ലെങ്കിൽ മാക്സിമം ഒരു 2.5% ഓഫ് പ്രൈസ് അറ്റ് വിച്ച് ദ സെഡ് ഷെയർസ് ആർ ഇഷ്യൂഡ്. എത്ര രൂപയാണോ ഷെയറിന്റെ പ്രൈസ് അതിന്റെ 2.5% വരെ കൊടുക്കാം. അതായത് നിങ്ങൾ ബാങ്കിങ് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന 100 രൂപയ്ക്കാണെങ്കിൽ അവിടെ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വരെ കൊടുക്കാം? 2.5 രൂപ വരെ കൊടുക്കാം മാക്സിമം. സോ കേസ് ലോസ് ചോദിക്കാനും പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ചോദിക്കാനും സാധ്യതയുള്ള ഏരിയ ആണ് സെക്ഷൻ 13. വൺസ് അഗൈൻ ഒരു കാരണവശാലും ബാങ്കിങ് കമ്പനിയുടെ ഷെയർസ് സെയിൽ ചെയ്യുന്ന നേരത്ത് കമ്മീഷനായിട്ടോ ബ്രോക്കറേജ് ആയിട്ടോ ഡിസ്കൗണ്ട് ആയിട്ടോ എത്ര വരെ? മാക്സിമം 2.5% ഓഫ് ദ ഷെയർ പ്രൈസ് വരെ കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുകളിൽ കൊടുക്കാൻ പാടില്ല. ഓക്കെ, സെക്ഷൻ 13. അടുത്തത് സെക്ഷൻ 13, പ്രൊഹിബിഷൻ ഓർ ചാർജ് ഓഫ് അൺപെയ്ഡ് ക്യാപിറ്റൽ. Okay, according to the section 14, no banking company shall create any charge upon its unpaid capital and any such a charge is created shall be invalid. Paid up capital നമ്മൾ വിളിച്ചു, ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മൾ കോൾ വിളിച്ചു, അവർ പേ ചെയ്തില്ല. സോ നമുക്ക് അവിടെ എന്തുണ്ടാവും? തീർച്ചയായിട്ടും കോൾസിന് എരിയേഴ്സ് ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ അവിടെ ഒരു അൺപെയ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവും. ആ അൺപെയ്ഡ് ക്യാപിറ്റലിന്റെ മുകളിൽ ബാങ്കിങ് കമ്പനി ഒരു കാരണവശാലും എന്ത് ചാർജ് ചെയ്യാൻ പാടില്ല? ഒരു ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഒരു തരത്തിലുള്ള ചാർജ് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? സോ 13 14 ഒരുമിച്ച് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. 13 പറയുന്നത് ഷെയർ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് കമ്മീഷനായിട്ടോ ഡിസ്കൗണ്ട് ആയിട്ടോ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നത് 2.5% വരെ മാത്രമാണ്. ഇനി അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ട് അവർ പേ ചെയ്തില്ല, അൺപെയ്ഡ് ക്യാപിറ്റൽ ആണെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു തരത്തിലുള്ള ചാർജ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. സെക്ഷൻ 15. ബാങ്കിങ് കമ്പനീസിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തവണ ഒരു കേസ് ലോ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് സെക്ഷൻ 15, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് ബാങ്കിങ് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസും എന്തൊക്കെ കണ്ടീഷൻസും നോക്കാം. നോ ബാങ്കിങ് കമ്പനി ഷാൾ പേ എനി ഡിവിഡൻഡ് ഓൺ ഇറ്റ് ഷെയർസ് അൺടിൽ. ബാങ്കിങ് കമ്പനിക്ക് ഡിവിഡൻഡേ കൊടുക്കാൻ പാടില്ല എന്നല്ല പറയണേ, ബാങ്കിങ് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ until all its capitalized expenses such as preliminary expenses, brokerage and commission on issue of shares etc. have been completely write off. മനസ്സിലായി? അതായത് ഒരു ബാലൻസ് ഷീറ്റ് മനസ്സിൽ വിചാരിക്കുക, ബാങ്കിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആയിരിക്കണം. ആ ബാങ്കിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഈ പറയുന്നത് പോലെ പ്രിലിമിനറി എക്സ്പെൻസസ് ഒന്നോ ബ്രോക്കറേജോ കമ്മീഷനോ ആയിട്ട് കിടക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? അത് കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയാതെ, പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പ്രോഫിറ്റ് വെച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയാതെ ബാങ്കിങ് കമ്പനിക്ക് ഒരു കാരണവശാലും എന്ത് കൊടുക്കാൻ പാടില്ല? ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. കേട്ടോ? സോ കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. ബാങ്കിങ് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാം. ആസ് പെർ സെക്ഷൻ 15 ബാങ്കിങ് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാം, പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്ന് മാത്രം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ബാങ്കിങ് കമ്പനി മേ പേ ഡിവിഡൻഡ് ഓൺ ഇറ്റ് ഷെയർസ് വിത്തൗട്ട് റൈറ്റിംഗ് ഓഫ് ദ ഫോളോയിങ്. ഒരിക്കൽ കൂടെ, ബാങ്കിങ് കമ്പനി മേ പേ ഡിവിഡൻഡ് കൊടുക്കാം. ഈ പറയുന്ന സാധനങ്ങൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയണമെന്ന് നിർബന്ധമില്ല. സോ ആദ്യത്തെ കേസിനകത്ത് ഏതൊക്കെയാണ് കളയണമെന്ന് പറഞ്ഞേ? ഏതൊക്കെയാ? പ്രിലിമിനറി എക്സ്പെൻസസോ അതല്ലെങ്കിൽ ബ്രോക്കറേജോ കമ്മീഷനോ ഇഷ്യൂ ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞാലേ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്ന ഒരു കേസ് ഇത് റൈറ്റ് ഓഫ് ചെയ്ത് കളയണമെന്നൊന്നുമില്ല. ഇനി പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഡിപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് in the approved securities provided such depreciation has not been actually capitalized or accounted for a loss. And the second one, the depreciation in the value of investment in shares, debentures, bonds, etc. other than approved security where aggregate provision has been made for such depreciation. The auditor of the banking company should approve such provisions.
ദാറ്റ് മീൻസ് ആ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ആ പ്രൊവിഷൻ ബാങ്കിങ് കമ്പനിയുടെ ഓഡിറ്റർ അപ്രൂവ് ചെയ്യും വേണം. ആൻഡ് ദ തേർഡ് വൺ, the bad debts where the advocate provision has been made in this behalf and the auditor as a banking company should approve such provisions. ഈ പറയുന്നത് പോലെ ബാഡ് ഡെപ്റ്റ്സ് റൈറ്റ് ഓഫ് ചെയ്ത് കളയണമെന്നില്ല, പക്ഷേ ബാഡ് ഡെപ്റ്റ്സിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയിരിക്കണം, ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. ആ പ്രൊവിഷൻ ഓഡിറ്റർ അപ്രൂവ് ചെയ്തിരിക്കും വേണം. സോ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ രണ്ട് ഡിപ്രീസിയേഷനെ കുറിച്ചും ഒന്ന് ബാഡ് ഡെപ്റ്റ്സിനെ കുറിച്ചുമാണ് പറയണേ. അത് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. And the last one, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഓക്കെ, ബാങ്ക് പേ ഡിവിഡൻഡ് ആഫ്റ്റർ ടേക്കിംഗ് ദ സ്പെസിഫിക് അപ്രൂവൽ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ബാങ്കിങ് കമ്പനിക്ക് അല്ലെങ്കിൽ ബാങ്കിന് ഡിവിഡൻഡ് കൊടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ, എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ. ഇനി അതിനകത്തൊരു എക്സ്ക്ലൂഷൻ പറഞ്ഞത് 2 കേസ് ഓഫ് ഡിപ്രീസിയേഷനും ഒരു ബാഡ് ഡെപ്റ്റ്സിന്റെ കേസും പറഞ്ഞായിരുന്നു. പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഓഡിറ്റർ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഡിവിഡൻഡ് ഒക്കെ ആവും. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിൽ പോലും ആരുടെ സ്പെസിഫിക് ആയിട്ടുള്ള അപ്രൂവൽ വേണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെസിഫിക് ആയിട്ടുള്ള അപ്രൂവൽ വേണം. ഓക്കെ, മനസ്സിലായെങ്കിൽ അടുത്തത് സെക്ഷൻ 17, ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട്. ഓക്കെ, എവറി ബാങ്കിങ് കമ്പനി ഷാൾ ക്രിയേറ്റ് എ റിസർവ് ഫണ്ട്. ഒരു റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. സെക്ഷൻ 17 പ്രകാരം ബാങ്കിങ് കമ്പനി ആണെങ്കിൽ റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇനി എത്ര ശതമാനം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. That means every banking company shall transfer to the reserve fund a sum equivalent to not less than 20% of the profit before declaring dividend. Dividend declare ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ P&L അക്കൗണ്ട് പ്രകാരം എത്രയാണോ പ്രോഫിറ്റ് അതിന്റെ 20% ഓരോ വർഷങ്ങളിലും ഏതിലോട്ട് മാറ്റണം, റിസർവ് ഫണ്ടിലോട്ട് മാറ്റണം. ഇനി as disclosed in profit and loss account prepared under section 29. സോ ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ബിഫോർ ഡിക്ലെയറിംഗ് ഡിവിഡൻഡ് പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 20% ഏതിലോട്ട് മാറ്റി വെക്കണം, റിസർവ് ഫണ്ടിലോട്ട് മാറ്റി വെക്കണം. ഇനി അടുത്ത പോയിന്റ്, ആ റിസർവ് ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഫണ്ട് എടുക്കുകയാണെങ്കിൽ, മനസ്സിലായി, അതായത് റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഭാവിയിൽ ബാങ്കിങ് കമ്പനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ആ റിസർവ് ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഫണ്ട് മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെലവാക്കുകയാണെങ്കിൽ, നോക്കി, where a banking company appropriates any sum or sums from the reserve fund or the share premium account, it shall within 21 days, ഓർത്തിരിക്കണം 21 ദിവസം, from the date of such appropriation report to the fact to the reserve bank explaining the circumstances relating to the such appropriation. മനസ്സിലായോ? സോ ഓരോ വർഷവും 20% പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലോട്ട് മാറ്റണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഭാവിയിൽ ആ റിസർവ് ഫണ്ടിൽ നിന്ന് ഒരു അപ്രോപ്രിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ 21 ദിവസത്തിനുള്ളിൽ അത് ആരെ അറിയിക്കും വേണം, നമ്മുടെ റിസർവ് ബാങ്കിനെ അറിയിക്കും വേണം. സെക്ഷൻ 17. And the next one, section 18, maintenance of cash reserve on non-scheduled bank. ഓർത്തിരിക്കണം, ഷെഡ്യൂൾഡ് ബാങ്ക് അല്ല, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ആണ് നമ്മുടെ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം. സെക്ഷൻ 18 പ്രകാരം പറയട്ടെ. നോക്കി, അക്കോർഡിംഗ് ടു സെക്ഷൻ 18, എവറി ബാങ്കിങ് കമ്പനി നോട്ട് ബീയിങ് എ ഷെഡ്യൂൾഡ് ബാങ്ക്, ദാറ്റ് മീൻസ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരിക്കണം, has to maintain in India on daily basis by way of cash reserve with itself or in the current account opened with the Reserve Bank or the State Bank of India or any notified bank or partly in cash with itself and partly in such account. അതായത് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിസർവ് ബാങ്കിലോ SBIയിലോ വേറെ ഏതെങ്കിലും ബാങ്കിലായിട്ടോ നമ്മൾ നിക്ഷേപിച്ചിരിക്കണം. ഇനി രണ്ടും കൂടെ ആവാം, കുറച്ച് ക്യാഷ് ആയിട്ടും കുറച്ച് ഈ പറയുന്ന ബാങ്ക് ഡെപ്പോസിറ്റും ആവാം. എത്ര ശതമാനം? വിത്ത് ഇറ്റ് സെൽഫ് ആൻഡ് പാർട്ട്ലി ഇൻ സച്ച് അക്കൗണ്ട് ഓൺ അക്കൗണ്ട് എ സം ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 3% ഓഫ് ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ്. സോ അവരുടെ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ് ഡെപ്പോസിറ്റ്സ് എത്രയാണോ അതിന്റെ 3% ഡെയിലി ബേസിനകത്ത് അവർ ക്യാഷ് റിസർവ് ആയിട്ട് അവരുടെ കയ്യിലെടുത്ത് വെക്കാം. മനസ്സിലായോ? ഇനി കയ്യിലല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ RBIയിലോ SBIയിലോ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലോട്ട് മാറ്റിയാലും മതി. ആർക്കാ നോൺ ഷെഡ്യൂൾഡ് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായി? സോ ആസ് പെർ സെക്ഷൻ 18 നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണെങ്കിൽ അവർ ഡെയിലി ബേസിനകത്ത് അവരുടെ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റീസ് എത്രയാണോ അതിന്റെ 3% ക്യാഷ് റിസർവ് ആയിട്ട് എടുത്തു വെക്കണം. ഈ പറഞ്ഞതുപോലെ ക്യാഷ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റിയില്ലെങ്കിൽ RBIക്കകത്തോ SBIക്കകത്തോ വേറെ ഏതെങ്കിലും നോട്ടിഫൈഡ് ബാങ്കിനകത്തോ ഡെപ്പോസിറ്റ് ചെയ്താലും മതി. ഇനി ഇതിന്റെ കോമ്പിനേഷൻ വേണമെങ്കിലും ആവാം. ദാറ്റ് മീൻസ് ഒരു 2% ക്യാഷ് ആയിട്ടും 1% ഡെപ്പോസിറ്റ് ആയിട്ട് എടുത്തു വെക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, സെക്ഷൻ 19, റെസ്ട്രിക്ഷൻ ഓൺ നാച്ചർ ഓഫ് സബ്സിഡറി കമ്പനീസ്. മനസ്സിലായി? ബാങ്കിങ് കമ്പനീസിന് സബ്സിഡറി കമ്പനീസ് തുടങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ കമ്പനീസിന്റെ ഷെയർസ് വാങ്ങിക്കാൻ പറ്റുമോ, ഇന്ന കാര്യങ്ങളാണ് നമുക്ക് 19 പറയണേ. നമ്മുടെ കേസ് ലോസ് പ്രകാരം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. പറയട്ടെ. ദിസ് സെക്ഷൻ പ്രിവെന്റ്സ് എ ബാങ്കിങ് കമ്പനി ഫ്രം ക്യാരിങ് ഓൺ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ബൈ അക്യൂറിംഗ് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇൻ എ നോൺ ബാങ്കിങ് കമ്പനീസ്. അതായത് നിങ്ങൾ ആലോചിക്കുക, ഇപ്പം നമ്മളൊരു ബാങ്കിങ് കമ്പനിയാണ്, നമുക്ക് ഈ പറയുന്ന പോലെ വേറെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. AB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് കമ്പനിയുടെ മെജോറിറ്റി ഷെയർസ് നമ്മളാണ് വാങ്ങിക്കണേ. സോ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാങ്കിങ് കമ്പനി ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി ആയിരിക്കും, അല്ലേ?
അതായത് ഒരു കാരണവശാലും ഒരു ബാങ്കിങ് കമ്പനിക്ക് എന്ത് തുടങ്ങാൻ പാടില്ല, നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് വരുന്ന അല്ലെങ്കിൽ ഒരു സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇനി അതിനകത്തൊരു എക്സെപ്ഷനും കൂടെ പറയുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. And next one, this section restricts the scope of formation of subsidiary companies by banking companies as well as holding shares in the other companies. മനസ്സിലായി? വേറൊരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറൊരു സബ്സിഡറി കമ്പനി തുടങ്ങാനോ പാടില്ല. ആർക്കാ? ഒരു ബാങ്കിങ് കമ്പനിക്ക്. അതിനകത്തൊരു എക്സെപ്ഷൻ ആണ് ലാസ്റ്റ് പറയണേ. ദാറ്റ് മീൻസ് എ ബാങ്കിങ് കമ്പനി മേ ഫോം എ സബ്സിഡറി കമ്പനി for the purpose referred to in the section as well as for the other purpose as are incidental to the business of the bank. മനസ്സിലായി? അതായത് ഈ സെക്ഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്കിങ്ങിന്റെ പർപ്പസിന് വേണ്ടി തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യാം? ഒരു സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. സോ ആസ് പെർ സെക്ഷൻ 19 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും ഒരു ബാങ്കിങ് കമ്പനിക്ക് വേറൊരു സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതിനകത്ത് ഏത് പെടില്ല? ബാങ്കിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് തന്നെയാണെങ്കിൽ ഒരു സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാതെ ട്രേഡിങ്ങോ സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് കമ്പനിയുടെയോ ബാക്കിയുള്ളതിൻ്റെ ഒരു ഷെയർസ് വാങ്ങിക്കാനോ അതിലൊരു സബ്സിഡറി കമ്പനി ഉണ്ടാവാനൊന്നും പാടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, restrictions on loans and advances. Section 20. Okay, no banking company shall grant any loan to arka any of its directors or to any firm in which a director is interested to or individual or whom a director stands as a guarantor. അതായത് എന്ത് ചെയ്യാൻ പാടില്ല? shall grant any loan to any of its directors. ഡയറക്ടേഴ്സിന് ലോൺ കൊടുക്കാൻ പാടില്ല. ബാങ്കിങ് കമ്പനീസിന് ഡയറക്ടേഴ്സിന് ലോൺ കൊടുക്കാൻ പാടില്ല, നമ്പർ 1. നമ്പർ 2, ഓർ ടു എനി ഫേം ഇൻ വിച്ച് എ ഡയറക്ടർ ഈസ് ഇൻട്രസ്റ്റഡ്. അതായത് ഡയറക്ടേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫേമിന്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫേമിന് എന്ത് കൊടുക്കാൻ പാടില്ല? ലോൺ കൊടുക്കാൻ പാടില്ല. ഓർ ടു എനി ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിനും കൊടുക്കാൻ പാടില്ല. ആര് ഗ്യാരണ്ടറായിട്ട് നിന്നിട്ട്, ഈ പറയുന്ന ഡയറക്ടർ ഗ്യാരണ്ടറായിട്ട് നിന്നിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ലോൺ കൊടുക്കാൻ പാടില്ല. മനസ്സിലായി? സോ ഡയറക്ടർക്ക് ലോൺ കൊടുക്കാൻ പാടില്ല, ഡയറക്ടർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഫേംസിന് ലോൺ കൊടുക്കാൻ പാടില്ല, ഡയറക്ടർ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന ഇൻഡിവിജ്വലിനും എന്ത് കൊടുക്കാൻ പാടില്ല? ലോൺ കൊടുക്കാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫർദർ ദ ബാങ്കിങ് കമ്പനീസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഗ്രാൻഡിംഗ് ലോൺസ് ഓർ അഡ്വാൻസസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ്. ഓക്കെ, അതായത് ബാങ്കിങ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്, അവർ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് ആ ബാങ്കിന്റെ തന്നെ ഷെയർസ് ആണെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്യാനും പാടില്ല, അല്ലെങ്കിൽ ആ സ്വന്തം ബാങ്കിങ് കമ്പനിയുടെ ഷെയർസിന് സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? ലോൺ കൊടുക്കാൻ പാടില്ല. സെക്ഷൻ 20. അടുത്തത്, പവേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ടു കൺട്രോൾ അഡ്വാൻസസ് ബൈ ബാങ്കിങ് കമ്പനി. സെക്ഷൻ 21. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ അധികാരപരിധി എന്ന് പറയുന്നത്, ഒരു ബാങ്കിങ് കമ്പനിയുടെ അധികാരപരിധി എന്ന് പറയുന്നത് ആരിൽ തന്നെയാണ്? RBIക്ക് തന്നെയാണ്. സോ ഇവിടെ നോക്കിയേ, പവർ ഓഫ് RBI ടു കൺട്രോൾ അഡ്വാൻസസ് ബൈ ദ ബാങ്കിങ് കമ്പനീസ്. ആർക്കൊക്കെ അഡ്വാൻസ് കൊടുക്കണം, എത്ര റേറ്റിന് കൊടുക്കണം, അതിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്, അങ്ങനെ കുറേ കാര്യത്തിനകത്ത് നമ്മുടെ RBI ബാങ്കിങ് കമ്പനീസിന് കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു 2-3 പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, RBI gives a direction to the banking companies on the following matters. The first one, the purpose for which the advance may or may not be granted. ഏതൊക്കെ പർപ്പസിന് വേണ്ടി ലോൺ കൊടുക്കാം അല്ലെങ്കിൽ ഏതൊക്കെ പർപ്പസിന് വേണ്ടി ലോൺ കൊടുക്കാൻ പാടില്ല, അതിനകത്ത് ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് ആരുടെയുണ്ട്? RBIയുടെ ഉണ്ട്. നമ്പർ 2, the margins to be maintained in case of a secured advances. സെക്യൂർഡ് അഡ്വാൻസിനകത്ത് എത്രയാണ് മാർജിൻ കീപ്പ് ചെയ്യേണ്ടത്, അതിനൊരു പ്രോപ്പർ ഗൈഡൻസും ആരും കൊടുത്തിട്ടുണ്ട്? RBI കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് വൺ, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ഓൺ അഡ്വാൻസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ അക്കോമഡേഷൻ ആൻഡ് കമ്മീഷൻ ഓൺ ഗ്യാരണ്ടീസ് ആൻഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് അഡ്വാൻസസ് എക്സെട്ര. എത്ര വരെ കൊടുക്കാം, അതിന്റെ കമ്മീഷൻ എത്രയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ മാർജിൻ എത്രയായിരിക്കണം, അങ്ങനെ ഒരു ബാങ്ക് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ എല്ലാ കാര്യത്തിനകത്തുള്ള ഒരു പ്രോപ്പർ റെസ്ട്രിക്ഷൻസ് ആരും കൊണ്ടുവന്നിട്ടുണ്ട്? RBI കൊണ്ടുവന്നിട്ടുണ്ട്, സെക്ഷൻ 21 അനുസരിച്ച്. നെക്സ്റ്റ് വൺ, ലൈസൻസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 22. ഏതൊക്കെ സാഹചര്യത്തിലാണ് ബാങ്കിങ് കമ്പനീസ് ലൈസൻസ് കിട്ടണേ? ഓക്കെ, നോ ബാങ്കിങ് കമ്പനി ക്യാൻ കമൻസ് ഓർ ക്യാരിങ് ഓൺ ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ അൺലെസ് ഇറ്റ് ഹോൾഡ്സ് എ ലൈസൻസ് അണ്ടർ ടു ഇറ്റ് ബൈ ദ RBI. റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് ലൈസൻസ് കിട്ടാതെ ഒരു കാരണവശാലും ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ബാങ്കിങ് കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല. And the next one, before granting the license under this section, the Reserve Bank may require to be satisfied by an inspection of the books of accounts. ആരുടെ? ഈ ബാങ്കിങ് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർക്ക് ലൈസൻസ് കൊടുക്കുള്ളൂ. ആൻഡ് ദ തേർഡ് വൺ, ദ റിസർവ് ബാങ്ക് മേ ക്യാൻസൽ എ ലൈസൻസ് ഗ്രാൻഡഡ് ടു എ ബാങ്കിങ് കമ്പനി. റിസർവ് ബാങ്കിന് ഈ പറയുന്ന ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം മാത്രമല്ല, അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. മനസ്സിലായി? സോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനകത്തുള്ള ഒരു അധികാര പരിധി എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്? RBIക്ക് തന്നെയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സെക്ഷൻ 23. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഓൺ ഓപ്പണിംഗ് ന്യൂ ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് എക്സിസ്റ്റിംഗ് പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മൾ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് പറഞ്ഞതുപോലെ തന്നെ കേസ് ലോസ് കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് 23. പറയട്ടെ,
അതായത് നോ ബാങ്കിങ് കമ്പനി ഷാൾ ഓപ്പൺ എ ന്യൂ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ചേഞ്ച് ദ പ്ലേസ് വിത്തൗട്ട് ഒബ്റ്റൈനിങ് ദ പ്രയർ പെർമിഷൻ ഓഫ് ദ RBI. അതായത് നിങ്ങളിപ്പം നിലവിലുണ്ടാകുന്ന ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ബാങ്കിങ് കമ്പനിയിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറുന്നു, അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോവുക, ഇന്ത്യക്കകത്തോ പുറത്തോ വേറെ എങ്ങോടെങ്കിലും പോവുകയാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിരിക്കണം? RBI യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. മനസ്സിലായി? ഇതിനേക്കാൾ കേസ് ലോ ആയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് കയറി വരുന്ന അടുത്ത പോയിന്റ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ് ആസ് പെർ സെക്ഷൻ 23 ആദ്യം പറഞ്ഞ എന്താ, ഒരു കാരണവശാലും പ്ലേസ് ഓഫ് ബിസിനസ് മാറുകയാണെങ്കിൽ ആരുടെ പെർമിഷൻ ഇല്ലാതെ പാടില്ല? RBIയുടെ പെർമിഷൻ ഇല്ലാതെ പാടില്ല. ഇനി ഇതിനകത്തൊരു എക്സംഷൻ പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ കേസ് ലോയ്ക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് സെക്കൻഡ് പോയിന്റ് ആണ്. ഓക്കെ, നോ പെർമിഷൻ ഈസ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് എ ബ്രാഞ്ച് വിത്തിൻ ദ സെയിം സിറ്റി. ഓക്കെ, ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ സിറ്റിയിൽ തന്നെ ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങാനാണെങ്കിൽ RBIയുടെ പെർമിഷൻ ആവശ്യമില്ല. കൂടാതെ ടൗൺ ഓർ വില്ലേജ് ആൻഡ് ഫോർ ഓപ്പണിംഗ് എ ടെമ്പററി പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 1 month. ഓർത്തിരിക്കണം, ടെമ്പററി പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടെമ്പററി പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. എത്ര മാസത്തേക്ക്? 1 മാസം വരെ. Within the city where the banking company already has a place of business for the purpose of providing banking facility to a public on the occasion of an exhibition, conference, mela, etc. സോ രണ്ട് കാര്യങ്ങളാണ്. ഒരു ബ്രാഞ്ചും കൂടെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും RBIയുടെ പെർമിഷൻ കൂടിയേ പറ്റൂ. പക്ഷേ വിത്തിൻ ദ സെയിം സിറ്റി, അതേ സിറ്റിക്കകത്ത് തന്നെയാണ്. ഇപ്പം നിലവിൽ ബ്രാഞ്ച് നിൽക്കുന്നത് എവിടെയാണോ അതേ സിറ്റിക്കകത്ത് തന്നെയാണെങ്കിൽ ഈ പറയുന്ന പെർമിഷൻ്റെ ആവശ്യമില്ല. നമ്പർ 2, ടെമ്പററി ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ പറയുന്ന എക്സിബിഷനോ മേളയ്ക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യണേ. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 മാസത്തിനുള്ളിലാണെങ്കിൽ അവിടെയും ആരുടെ പെർമിഷൻ ആവശ്യമില്ല? RBIയുടെ പെർമിഷൻ ആവശ്യമില്ല. സോ ആസ് പെർ സെക്ഷൻ 23 നോർമൽ കേസിനകത്ത് RBIയുടെ പെർമിഷൻ ഇല്ലാതെ പാടില്ല. പക്ഷേ 2 സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിനകത്ത് RBIയുടെ പെർമിഷൻ ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ സെക്ഷൻ 24, മെയിൻ്റെനൻസ് എ പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് അസറ്റ്. ഇനി പറയുന്ന കുറച്ച് സെക്ഷൻസ് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ പറയുന്ന പോലെ പെർസെൻറ്റേജും പീരീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. സോ ആസ് പെർ സെക്ഷൻ 24, every banking company shall maintain in India in liquid assets for an amount not less than 25% of its total time and demand liabilities at the close of the business on any day. Situation മനസ്സിലായല്ലോ? ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റീസിന്റെ 25% എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? ലിക്വിഡ് അസറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, and the liquid assets include cash, gold or unencumbered approved securities and they are valued at a price not exceeding their current market price. മനസ്സിലായി? ഗോൾഡോ ക്യാഷോ എന്ത് വേണേലും ആവാം. 2 കണ്ടീഷൻസാണ് പറയണേ. അവരെന്ത് ചെയ്യാൻ പാടില്ല? അല്ലെങ്കിൽ ആ അസറ്റിന് നിലവിലുള്ള വാല്യൂവിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവാൻ പാടില്ല. മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ നിലവിൽ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. സോ 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോനെ കുറിച്ചാണ് പറയണേ. 25% ഓഫ് ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റീസ് എത്രയാണോ അതിൻ്റെ 25% ഓക്കെ എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? ലിക്വിഡ് അസറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ലിക്വിഡ് അസറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് as per section 24. And the next one, maintenance of asset in India as per section 25. Okay, the maintenance of asset equivalent to at least 75% of time and demand liabilities in India at the close of the business on the last Friday of every quarter. മനസ്സിലായി? ഓരോ ക്വാർട്ടർ ഇയറിനകത്തെയും ലാസ്റ്റ് ഫ്രൈഡേ എടുക്കുന്ന നേരത്ത് അവരുടെ ടോട്ടൽ അസറ്റ്സിന്റെ ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റീസിന്റെ 75% ഓഫ് അസറ്റ് എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യക്കകത്ത് ഉണ്ടായിരിക്കണം. Okay, once again, maintenance of asset equivalent to at least 75% of its demand and time liabilities in India at the close of the business of the last Friday of every quarter. എല്ലാ ക്വാർട്ടറിന്റെ ലാസ്റ്റ് ഫ്രൈഡേ 75% ഓഫ് അസറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇനി ആ ലാസ്റ്റ് ഫ്രൈഡേ പബ്ലിക് ഹോളിഡേ ആണെങ്കിലോ? അതാണ് നെക്സ്റ്റ് പോയിന്റ് പറയണേ. ഫ്രൈഡേ ഈസ് എ പബ്ലിക് ഹോളിഡേ അണ്ടർ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ബിസിനസ് ഓൺ ദ പ്രിസീഡിംഗ് വർക്കിംഗ് ഡേ. ഫ്രൈഡേ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ഈ വർക്കിംഗ് ഡേ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വർക്കിംഗ് ഡേ. മനസ്സിലായി? നമ്മളിപ്പോൾ കുറേ റേഷ്യോസ് പറഞ്ഞു. ഒരിക്കൽ ഒരു 3% പറഞ്ഞായിരുന്നു, പിന്നെ ഒരു 25% പറഞ്ഞു, പിന്നെ ഒരു 75% പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ കുറച്ചും കൂടെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, റിട്ടേൺസ് ഓഫ് അൺക്ലൈംഡ് ഡെപ്പോസിറ്റ്സ് സെക്ഷൻ 26. ഇതിനകത്തും സ്ഥിരമായിട്ട് കേസ് ലോസ് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് എവറി ബാങ്കിങ് കമ്പനി ഷാൾ വിത്തിൻ 30 days ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ഈച്ച് കാലണ്ടർ ഇയർ, ശ്രദ്ധിക്കേണ്ടത് ഈച്ച് കാലണ്ടർ ഇയർ ആണ് പറയണേ, സബ്മിറ്റ് എ റിട്ടേൺ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ആൻഡ് മാനർ ടു ദ RBI ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സച്ച് കാലണ്ടർ ഇയർ ഓഫ് ഓൾ അക്കൗണ്ട്സ് വിച്ച് ഹാവ് നോട്ട് ബീൻ ഓപ്പറേറ്റഡ് അപ്പോൺ ഫോർ ദ 10 years. അതായത് കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ
ഈ പറയുന്ന ആ അക്കൗണ്ട് ഓപ്പറേറ്റിംഗേ ചെയ്തിട്ടില്ലെങ്കിൽ ആ 10 വർഷം കഴിഞ്ഞിട്ട് വരുന്ന കലണ്ടർ ഇയർ എത്രയാണോ അത് കഴിഞ്ഞിട്ട് എത്രയാണ് submit a return prescribed form and manner to the RBI at the end of such a calendar year of all accounts. മനസ്സിലായോ? within 30 days. സോ നിങ്ങളൊരു ബാങ്കിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്ക് എംപ്ലോയി ആണെന്ന് വിചാരിക്കുക, കഴിഞ്ഞ 10 വർഷമായിട്ടും ഈ പറയുന്ന യാതൊരുവിധ ഓപ്പറേഷൻസും ഇല്ലാത്ത അക്കൗണ്ടുകളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കലണ്ടർ ഇയർ തീർന്ന് ഈ പറയുന്ന 30 ഡേയ്സിനുള്ളിൽ ആർക്ക് കൊടുത്തിരിക്കണം? RBIക്ക് കൊടുത്തിരിക്കണം. മനസ്സിലായോ? ഒരു ഓപ്പറേഷൻസും നടക്കാത്ത അക്കൗണ്ടുകളാണെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് കേസ് ലോയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയണേ. ഒരു ഓപ്പറേഷൻസും നടക്കാത്ത അക്കൗണ്ടുകളാണെങ്കിൽ എന്നാണോ കലണ്ടർ ഇയർ തീരുന്നത്, ഓക്കെ, ആ തീരുന്ന കലണ്ടർ ഇയറിനകത്ത് ഈ പറയുന്ന നോൺ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ട് 10 വർഷമായെങ്കിൽ ആ കലണ്ടർ ഇയർ തീർന്ന് 30 ദിവസത്തിനുള്ളിൽ RBIക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഫിനാൻഷ്യൽ ഇയർ അല്ല, നമ്മുടെ കലണ്ടർ ഇയർ ആണ്. മനസ്സിലായി? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനം നോക്കിയേ. ഇൻ കേസ് ഓഫ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് ദ 10 years പീരിയഡ് ഈസ് കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് സച്ച് ഫിക്സഡ് പീരിയഡ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ബാങ്കിൽ ചെന്ന് ഒരു 15 വർഷത്തേക്ക് FD ഇട്ടു. ഓക്കെ, 15 വർഷം FD ഇട്ട് കഴിഞ്ഞാൽ 15 വർഷത്തേക്ക് പിന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സോ ആ ഒരു കാര്യത്തിനകത്ത് ആദ്യത്തെ റൂൾ ഒന്ന് വായിച്ചു നോക്കി. ആദ്യത്തെ റൂൾ പറഞ്ഞത് എന്താ? 10 വർഷമായിട്ട് ഒരു അക്കൗണ്ട് നിങ്ങൾ ഓപ്പറേറ്റിംഗേ ചെയ്തിട്ടില്ലെങ്കിൽ ആ കലണ്ടർ ഇയർ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ RBIക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നാണ്. 15 വർഷത്തേക്ക് FD ഇട്ടാലോ? സോ ഇങ്ങനെ കേസിനകത്ത്, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കേസിനകത്ത് പറയുന്നത് ആ FDയുടെ കാലാവധി കഴിഞ്ഞിട്ട് 10 വർഷം. മനസ്സിലായി? ഇപ്പൊ 15 വർഷത്തേക്കാണ് നിങ്ങൾ FD ഇട്ടിട്ടുള്ളെങ്കിൽ ആ 15 വർഷം വരെ കുഴപ്പമില്ല. ആ 15 വർഷം കഴിഞ്ഞിട്ട് അടുത്ത 10 വർഷങ്ങളിൽ നിങ്ങൾ ആ FDയുടെ അക്കൗണ്ട് ഓപ്പറേറ്റിംഗേ ചെയ്യുന്നില്ലെങ്കിൽ ആ 10 വർഷം കഴിയുന്ന കലണ്ടർ ഇയർ കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ എന്ത് കൊടുക്കണം? RBIക്ക് റിപ്പോർട്ട് കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. കേസ് ലോസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ നോർമൽ കേസിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ്, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ട്സുകൾ കയറി വരികയാണെങ്കിൽ ഏത് വർഷമാണോ, ഏത് കലണ്ടർ ഇയർ ആണോ 10 വർഷം തീരുന്നത് ആ കലണ്ടർ ഇയർ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ RBIക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി FDയുടെ കേസ്, ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കേസുകളാണെങ്കിൽ എന്നാണോ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാലാവധി തീരുന്നത് അത് കഴിഞ്ഞിട്ട് 10 വർഷം. അടുത്തത് നോക്കി, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് പെർ സെക്ഷൻ 29. That means this section provides for the preparation of balance sheet and profit and loss account as on the last working day. ശ്രദ്ധിച്ചേ, as on the last working day of the year. ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നാണോ അന്ന് നിർബന്ധമായിട്ട് എന്ത് പ്രിപ്പയർ ചെയ്തേ പറ്റൂ? ആ ബാങ്കിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തേ പറ്റൂ. In respect of all business transacted by a banking company incorporated in India. ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് കമ്പനീസ്. And in respect of all business transacted through its branches in India. എവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തതാ? ബൈ എ ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് കമ്പനീസും ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് കമ്പനീസിലെ ഇന്ത്യയുടെ ബ്രാഞ്ചിലെയും എന്തൊക്കെയാ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ലാസ്റ്റ് വർക്കിംഗ് ഡേ. അവിടെ ഒരു കാര്യം പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോംസ് സെറ്റ് ഔട്ട് ഇൻ ദ തേർഡ് ഷെഡ്യൂൾസ് പ്രകാരമാണ് അത് പ്രിപ്പയർ ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് കമ്പനിയും ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കിങ് കമ്പനിയിൽ ഇന്ത്യയിലെ ബ്രാഞ്ചിൽ കൂടെ വർക്ക് ചെയ്യുന്ന ബാങ്കിങ് ബിസിനസിന്റെയും ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും തേർഡ് ഷെഡ്യൂൾ പ്രകാരം പ്രിപ്പയർ ചെയ്യണം. എപ്പോൾ? ലാസ്റ്റ് വർക്കിംഗ് ഡേക്കകത്ത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ആസ് പെർ സെക്ഷൻ 29. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആസ് പെർ സെക്ഷൻ 30 ഓഡിറ്റ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഓഡിറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് പെർ സെക്ഷൻ 30. പറഞ്ഞിരിക്കുന്നത് എന്താ? The balance sheet and the profit and loss account prepared in accordance with the section 29 shall be audited by a person duly qualified under any law for the time being forced to be an auditor of a companies. മനസ്സിലായി? അതായത് ഏത് നിയമപ്രകാരമാണോ ഓഡിറ്റർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന കാറ്റഗറി കയറി വരുന്നത് അവർ തന്നെയാണ് ഏതിനകത്തും കയറി വരണേ, ഈ പറയുന്ന ബാങ്ക് ഓഡിറ്റിനകത്തും അല്ലെങ്കിൽ ബാങ്കിന്റെ ഓഡിറ്ററായിട്ടും കയറി വരണേ ആസ് പെർ സെക്ഷൻ 30. സോ സെക്ഷൻ 29 പ്രകാരമാണ് ബാലൻസ് ഷീറ്റും P&L പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതെങ്കിൽ 30 പ്രകാരമാണ് അത് ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ സബ്മിഷൻസ് ഓഫ് റിട്ടേൺ ടു RBI ആസ് പെർ സെക്ഷൻ 31. നോക്കാം. The profit and loss account and the balance sheet and the auditor's report in the prescribed manner as well as for the submission of 3 copies thereof as return of the RBI within a period of 3 months which may be extended to 6 months. അതായത് 29 പ്രകാരം നമ്മളോട് ബാലൻസ് ഷീറ്റും P&L പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു അല്ലേ. 30 പ്രകാരം നമ്മളോട് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. 31 പ്രകാരം നമ്മളോട് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും P&L എത്രയാണ്? 3 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ 6 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആർക്ക് കൊടുക്കണം? RBIക്ക് അതിൻ്റെ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യണം.
Okay, and the next one, the pre-approval from the RBI for appointment of a managing director, etc. Section 35B പ്രകാരം. Okay, the approval of RBI should be obtained for the appointment, reappointment, remuneration, removal of the chairman or a director of a banking company, and also for the amendments of the provisions in the memorandum on articles or resolution of a general meeting of the board of directors. അതായത് ഈ പറയുന്നത് പോലെ മാനേജിംഗ് ഡയറക്ടറിനെ ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെമ്മോറാണ്ടമോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്ന റെസൊല്യൂഷൻ പാസ്സാക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ആരുടെ അപ്രൂവൽ എടുത്തേ പറ്റൂ? RBI നിന്ന് അപ്രൂവൽ എടുത്തേ പറ്റൂ ആസ് പെർ സെക്ഷൻ 35B. Okay, and the next one, the suspension of business, section 37. According to this section, when a banking company is temporarily unable to meet its obligation, it may apply to the High Court requesting an order for satisfying the commencement or continuance of all legal actions and proceedings against it for a period not exceeding 6 months. ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ബാങ്കിങ് കമ്പനീസിന് 6 മാസം വരെ ഈ മൊറട്ടോറിയം പീരീഡിന് അപേക്ഷിക്കാം. ഹൈക്കോടതിയിലോട്ട് അപേക്ഷിക്കാം. മൊറട്ടോറിയം പീരീഡ് എന്താണെന്ന് അറിയാലോ, നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രൊസീഡിങ്സും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാലാവധിയാണ് മൊറട്ടോറിയം പീരീഡ്. സോ ബാങ്കിങ് കമ്പനീസിന് അങ്ങനെ ഒരു മൊറട്ടോറിയം പീരീഡ് വേണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കാം. മാക്സിമം എത്ര മാസം വരെ? 6 മാസം വരെ. പക്ഷേ such a stay is generally called a moratorium. Banking company should submit an application along with a report of the RBI in this regard. So ഹൈക്കോടതിക്ക് നിങ്ങൾക്ക് മൊറട്ടോറിയം വേണമെന്ന് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ആരിൽ നിന്ന് നിങ്ങൾ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം? RBIയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. ആ അപ്രൂവലും കൂടെ ചേർത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞിരിക്കുന്ന മൊറട്ടോറിയം പീരീഡിലോട്ട് അല്ലെങ്കിൽ മൊറട്ടോറിയം പീരീഡ് വേണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിക്ക് അപേക്ഷ കൊടുക്കും. ഓക്കെ, സോ ആസ് പെർ സെക്ഷൻ 37 നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബാങ്കിങ് കമ്പനിക്ക് അവരുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മൊറട്ടോറിയം പീരീഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിക്ക് അപേക്ഷ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കിട്ടുന്ന മൊറട്ടോറിയം പീരീഡ് 6 മാസം വരെയാണ്. ഇനി അങ്ങനെ മൊറട്ടോറിയം പീരീഡ് വേണമെന്ന് ഹൈക്കോടതിക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ആരിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം? RBIയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം ആസ് പെർ സെക്ഷൻ 37. The next one, winding of banking companies. സെക്ഷൻ 38 തൊട്ട് സെക്ഷൻ 34 വരെ കുറേ കാര്യങ്ങൾ നമുക്ക് വൈൻഡിങ് അപ്പ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഒറ്റ വാക്കി പറയുവാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സെക്ഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ബാങ്കിങ് കമ്പനീസ് പാലിച്ചിട്ടില്ലെങ്കിൽ ആർക്ക് ബാങ്കിങ് കമ്പനീനെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് വായിച്ചൊക്കെ അറിയാം. എല്ലാം ഈ പറയുന്ന പോലെ ലീഗൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഈ പറഞ്ഞ ഓതറൈസ്ഡ് സബ്സ്ക്രൈബ് ഈ പറയുന്ന ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലോയ്ക്കകത്ത് ഏതെങ്കിലും ഒന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് ചെയ്യാം. പക്ഷേ അവിടെ കേസ് ലോ പ്രകാരം ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് ദ ബാങ്കിങ് കമ്പനി കനോട്ട് ബി വളണ്ടറിലി വൗണ്ട് ഔട്ട്. ബാങ്കിങ് കമ്പനിക്ക് വളണ്ടറിലി ആയിട്ട് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് എത്താൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ അൺലെസ് ദ RBI സർട്ടിഫൈ ദാറ്റ് ഇറ്റ് ഈസ് ഏബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ് ഇൻ ഫുൾ. നിലവിൽ അവരുടെ ഡെപ്റ്റ് എത്രയാണോ അത് ഫുള്ളായിട്ട് അവർക്ക് പേ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ മാത്രമേ RBI പറയുന്നുള്ളൂ എന്ത് ചെയ്യാൻ, നിങ്ങൾ വളണ്ടറിലി വൈൻഡിങ് അപ്പ് ചെയ്തു. അല്ലെങ്കിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ പറയുന്ന പോലെ ഡെപ്റ്റ് ഒന്നും തീർക്കാതെ അവർക്ക് ബാങ്കിങ് കമ്പനിക്ക് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കാൻ ആരും സമ്മതിക്കില്ല, ഒരു കാരണവശാലും RBI സമ്മതിക്കില്ല. സോ ആസ് പെർ സെക്ഷൻ 32 ടു സെക്ഷൻ 44 ഈ പറയുന്ന ബാങ്കിങ് കമ്പനീസിന്റെ വൈൻഡിങ് അപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നോർമലി പറയുന്നത് പോലെ എല്ലാ സെക്ഷൻസും ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് വരാം. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RBIക്ക് തോന്നുകയാണ് നിലവിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ഡെപ്റ്റുകൾ ഫുള്ളായിട്ട് അവർക്കത് കൊടുത്തു തീർക്കാൻ പറ്റും, ബിഫോർ വൈൻഡിങ് അപ്പ് അവർക്കത് കൊടുത്തു തീർക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബാങ്കിങ് കമ്പനീനെ വളണ്ടറിലി ഏത് ചെയ്യാൻ പറ്റുള്ളൂ, വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കാൻ പറ്റും ആസ് പെർ സെക്ഷൻ 32 സെക്ഷൻ 44. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അമാൽഗമേഷൻ ഓഫ് എ ബാങ്കിങ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 44A. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കേസ് ലോ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. നോക്കാം. The scheme of amalgamation to be approved by 2/3 majority of the total voting ratios of the shareholders in the general meeting. അതായത് ഇപ്പം നമ്മുടെ ഒരു ബാങ്കിങ് കമ്പനി വേറൊരു ബാങ്കിങ് കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബാങ്കിങ് കമ്പനിയുടെ 2/3 മെജോറിറ്റി എങ്കിലും വോട്ട് ചെയ്യണം. മനസ്സിലായി? The unwilling shareholders are entitled to receive the value of their shares as may be determined by the RBI. So 2/3 മാത്രം ഓക്കെ പറഞ്ഞാൽ മതി, ബാക്കി 1/3 ഉണ്ട് അല്ലേ, അവർക്ക് ഈ പറയുന്നത് പോലെ RBI പറയുന്നത് പോലുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റണം. And the third one, the RBI has to sanction the scheme of amalgamation after the shareholders approval. അതായത് ഈ സ്കീം ഓഫ് അമാൽഗമേഷൻ എത്രയാണ് കൺസിഡറേഷൻ കിട്ടുന്നത്, എത്ര ഷെയർസ് ആണ്, അങ്ങനെ അമാൽഗമേഷന്റെ സ്കീമുകളെല്ലാം ആര് അപ്രൂവ് ചെയ്തേ പറ്റൂ, RBI അപ്രൂവ് ചെയ്തേ പറ്റൂ.
And the assets and liability of the transferred to the acquiring bank according to the directions of the RBI mentioned in the sanction order. The RBI issues orders for the dissolution of the first bank on the specified date. During the preparation of the scheme of amalgamation, RBI may suspend the business with the approval with the central government. മനസ്സിലായി? അതായത് അവിടെ പൂർണ്ണ അധികാര പരിധി കയറി വരുന്ന ആർക്ക് തന്നെയാണ്? RBIക്ക് തന്നെയാണ്. എപ്പോഴാണ് ഈ പറയുന്ന അസറ്റ് ലൈബിലിറ്റീസ് എല്ലാം പഴയതിലോട്ടാവണേ, എപ്പോഴാണ് ഈ പഴയതിൻ്റെ ബിസിനസ് ക്ലോസ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ആര് തന്നെയാണ്? RBI തന്നെയാണ്. ആസ് പെർ ദ അമെൻമെന്റ്സ് ഓർഡർ 2020, RBI may initiate a scheme of reconstruction and amalgamation without imposing moratorium. അതായത് പുതിയ അമെൻമെന്റ് ആണ് ഈ പറഞ്ഞതുപോലെ റീകൺസ്ട്രക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അമാൽഗമേഷൻ ആണെങ്കിലോ ഏത് കൂടാതെ മൊറട്ടോറിയം പീരീഡ് കൂടാതെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അമാൽഗമേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2-3 പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 2/3 മെജോറിറ്റി മാത്രം ഇതിന് സമ്മതിച്ചാൽ മതി. ബാക്കി 1/3 മെജോറിറ്റീനെ RBI പറയുന്നത് പോലെയുള്ള എന്ത് കൊടുത്തിരിക്കണം? കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. കൂടാതെ അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് എല്ലാം എപ്പോഴാണ് പുതിയതിലോട്ട് പോകേണ്ടത്, പഴയത് എപ്പോഴാണ് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആര് തീരുമാനിച്ചേ പറ്റൂ? ഈ പറയുന്ന ബാങ്കിങ് കമ്പനീസ്, RBI പറയുന്ന അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം നമുക്ക് പഠിക്കാനുള്ള. ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അമാൽഗമേഷൻ്റെ കേസ് ലാസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ അമാൽഗമേഷൻ്റെ കേസ്, പിന്നെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റിൻ്റെ കേസ്, പിന്നെ ഏതാ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ കേസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ FDയുടെ കേസ് പറഞ്ഞില്ലായിരുന്നു 10 വർഷത്തെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, കേസ് ലോസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഏതൊക്കെയായിരുന്നു? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാക്കിയുള്ള കാര്യങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. 2, പുതിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ RBIയുടെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ ടെമ്പററി ആയിട്ടുള്ള ഒരു ബിസിനസ്സോ അതേ ടൗണിൽ തന്നെയാണ് ബ്രാഞ്ച് തുടങ്ങുന്നതെങ്കിൽ RBIയുടെ പെർമിഷൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞതുപോലെ അമാൽഗമേഷൻ്റെ 2/3 മെജോറിറ്റി വേണമെന്ന് പറഞ്ഞു. പിന്നെ FDയുടെ കേസ്, അതായത് 10 വർഷം വരെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? കലണ്ടർ ഇയർ കഴിഞ്ഞ് 30 വർഷത്തോടെ RBIക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ FD ആണെങ്കിൽ FD ക്ലോസ് ചെയ്തിട്ട് 10 വർഷം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു കേസ് ലോസ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യത. പക്ഷേ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടു കഴിയുന്നതിൻ്റെ കൂട്ടത്തിൽ കയ്യോടെ തന്നെ എഴുതി വെക്കണം. SLR കുറേ റേഷ്യോസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇന്ത്യയിൽ എത്ര അസറ്റ് വെക്കണം, ഒരു 75% പറഞ്ഞായിരുന്നു. പിന്നെ ഒരു 25% പറഞ്ഞായിരുന്നു. പിന്നെ ഒരു നമ്മുടെ റെസ്ട്രിക്ഷൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കമ്മീഷനൊക്കെ ഒരു 2.5% പറഞ്ഞായിരുന്നു. SLR ഒരു 3% പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് പെർസെൻറ്റേജുകൾ പറഞ്ഞായിരുന്നു. അത് എന്തായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്? ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം. ബൈ.